ഈ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട്. അവന്റെ വീട് കെട്ടിയ പൈസ ഒന്നും വേണ്ട, വീടിന്റെ മതിൽ കെട്ടിയ പൈസ മതി ഹജ്ജിന് പോകാൻ. വീടിന്റെ ചുറ്റുമതിൽ കെട്ടിയിരിക്കണ ഗേറ്റും മതിൽ ഉൾപ്പെടെയുള്ള ആ കെട്ടിയിരിക്കുന്നതിന്റെ പൈസ മതി ഹജ്ജിന് പോകാം. പോയിട്ടുണ്ടോ? പോയിട്ടില്ല. എന്തേ പൈസ ഇല്ലാത്തണ്ട? ഓന്റെ ആവശ്യത്തിന് പൈസ ഉണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത് പൈസക്കൊരു പരിഗണനയില്ല. ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകണമെങ്കിൽ പൈസയ്ക്കല്ല പരിഗണന. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലൂനൽ മക്ക ഇല്ലാ ബിറഹ്മത്തില്ലാ. അവിടെ എല്ലാവർക്കും പോകാൻ കഴിയില്ല, അള്ളാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ ആ മണ്ണിൽ ചവിട്ടാൻ കഴിയൂ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പൈസ ഉള്ളവൻ ചിലപ്പോ അവിടെ എത്തൂല, വാടക വീട്ടിൽ കിടക്കണവൻ അവിടെ എത്തും. കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്ത പാവപ്പെട്ടവൻ ചിലപ്പോ ഹജ്ജിന് പോകും, പക്ഷെ പണക്കാരൻ പോകൂല. കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അവിടെ ചെല്ലാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഈ നാട്ടിലൊരു പണക്കാരനോട് ചോദിക്കണം, ഇപ്പൊ അങ്ങ് ഹജ്ജിന് പോകണ്ടേ, ചങ്ങായി നിനക്കൊന്ന് ഹജ്ജിന് പോകണ്ടേ? എന്റെ മറുപടി പറയണമെന്നറിയോ? അതിപ്പോ കുറച്ച് കഴിയിട്ട് ഇപ്പൊ മക്കളെയൊക്കെ ഒന്ന് കെട്ടിച്ച് ഒന്ന് സെറ്റിലൊക്കെ ആയിട്ട് നോക്കാം. എന്നാ ഈ നാട്ടിലൊരു പാവപ്പെട്ടവൻ ചിലപ്പം വീടുണ്ടാകണമെന്നില്ല. ആ സാധുവിനോട് ചോദിക്കണം, ഹജ്ജിന് പോകണ്ടെന്ന് ഉംറയ്ക്ക് പോകണ്ടെന്ന് ചോദിച്ചോക്കെ. പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഒന്ന് മുഖത്ത് നീ നല്ലപോലെ നോക്കണം. എത്ര കൊല്ലത്തെ ആഗ്രഹമെന്നറിയോ ഉസ്താദ്, ഞങ്ങളൊന്ന് ദുആ ചെയ്യ് അവിടെ എത്താൻ. മരിക്കണതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒന്ന് കാണണമെന്നും അല്ലാത്ത കൊതിയാ. നിങ്ങളൊന്ന് ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് ഉംറയ്ക്കൊക്കെ പോകണമെങ്കിൽ ആദ്യം വേണ്ടത് പൈസ ഒന്നുമല്ല, നല്ല ഒരു നിയ്യത്തും നല്ലൊരു ആഗ്രഹവുമാണ്. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ആഗ്രഹമുള്ളവരുന്ന് കൈവയ്ക്കേ. നീ ഹജ്ജിന് പോകാൻ താല്പര്യമുള്ളവർ അൽഹംദുലില്ലാഹ് എല്ലാവരും, അള്ളാഹു നമ്മളെല്ലാവരെയും അവിടെ എത്തിക്കുമാറാകട്ടെ. പോണ്ടേ? മരിക്കണതിന് മുമ്പ് പോകണോ? പറ മനുഷ്യന്മാരെ, പോണം. ഞാനൊരു ദിക്ർ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഈ സദസ്സിരിക്കണ എല്ലാവർക്കും അറിയുന്ന ഒരു ചെറിയ ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ ദിവസം മുതൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ ഒരു പ്രാവശ്യം പറഞ്ഞാൽ നീ മരിക്കണതിന് മുമ്പ് ഹജ്ജ് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ ഹജ്ജ് ചെയ്തിട്ടേ മരിക്കത്തുള്ളൂ. ഈ ദിക്ർ ഇന്നത്തെ ദിവസം മുതൽ പറ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറയല്ലേ. ഒരു ദിക്ർ വേണമെന്നുള്ളവരുന്ന് കൈവക്ക്. അവസാനം വരെ അവിടെ ഇരിക്കട്ടാ. അവസാനം വാഴ തീരുമ്പോ പറഞ്ഞുതരാം. അപ്പൊ ആവശ്യമുള്ളവൻ ഇവിടെ ഇരിക്കും, അല്ലാത്തവൻ വീട്ടിൽ പോയി ഉറങ്ങിയിട്ടുണ്ടാവും. ആവശ്യമുള്ളവര് മാത്രമേ ഇരിക്കും, ഇല്ലാത്തവരൊക്കെ വീടെത്തിയിട്ടുണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഇരുന്ന സ്വർഗത്തിലും പോകാം, നരകത്തിലും പോകാം കേട്ടാ. അങ്ങോട്ട് വേണമെങ്കിലും പോകാം. അള്ളാഹുവിന്റെ കരുണ വാങ്ങിയിട്ട് സ്വർഗത്തിലും പോകാം, അള്ളാഹുവിന്റെ ശാപം വാങ്ങിയിട്ട് നരകത്തിലും പോകാം. ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് അവൻ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വെറുതെ ശാപം വാങ്ങി വെക്കണ്ട. പ്രവാചകന്റെ പേര് പറയുമ്പോ ഷഅബ മാസമാ അല്ല, മാസമാ, സ്വലാത്തിന്റെ ആയത്തിറങ്ങിയ മാസം. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തിറങ്ങിയ മാസം. അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം, ഖബറിനെ കുറിച്ച്, ആ ഖബറിന്റെ അകത്തെ വിചാരണയെ കുറിച്ച്, അവിടെ നിന്ന് എഴുന്നേറ്റ് പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ രംഗങ്ങളെ കുറിച്ച്, അതിന്റെ ഭയാനകതയെ കുറിച്ച്, നരകത്തെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, സിറാത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ നിന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു വീടിന്റെ അകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കരഞ്ഞ് തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? നിന്റെ മനസ്സിനെ എന്താണ് വേദനിപ്പിച്ചത്? നീ കരയാനുള്ള കാരണം എന്താണെന്ന് പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു,
നബിയെ, അങ്ങ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച്, ആ ഖബറിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, നരകത്തിന്റെ അവസ്ഥകളെ കുറിച്ച് അങ്ങ് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോൾ കരഞ്ഞു കരഞ്ഞ് വീടിനകത്ത് തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീര് തുടച്ചു കളച്ചിട്ട് പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബി, എന്നെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണോ? എന്നെ വല്ലാത്ത ഇഷ്ടമാണോ? പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, നിന്നോട് വല്ലാത്ത സ്നേഹമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അതാ കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണുനീരിങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫഹൽ യദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. പടച്ചവനെ, പ്രവാചകൻ ആ ചോദ്യം അങ്ങ് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാ. പ്രവാചകൻ ഇരുന്ന് കരയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തു പറ്റി നബിയേ, എന്തു പറ്റി നബിയേ, എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ആയിഷ, നീ ചോദിച്ച ചോദ്യം വല്ലാത്ത ഒരു ചോദ്യമായി പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ഫഹൽ യദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതിക്കിടിയുമ്പോൾ ഖബർ പൊളിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും കടന്നു വരുന്ന പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ, അള്ളാന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസം ഈ സ്നേഹം എന്നോട് കാണിക്കുമോ? ഈ സ്നേഹം അപ്പോഴും എന്റെ കൂടെ ഉണ്ടാകുമോ നബിയേ? എന്നെ സഹായിക്കുമോ നബിയേ? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുമോ നബിയേ? എന്നോട് വല്ല പരിചയം കാണിക്കുമോ നബിയേ? ഞാൻ അങ്ങയുടെ ഭാര്യയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, സലാസത്തിന് 3 സ്ഥലങ്ങളുണ്ട്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു ചെന്നാ ഫലാ യദ്കുറു അഹദുൻ അഹദാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലങ്ങളുണ്ട്. ആ 3 സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു ചെന്നാ വാപ്പ മുന്നിലൂടെ നടന്നു പോയാൽ, ഭാര്യ മുന്നിലൂടെ നടന്നു പോയാൽ, ഉമ്മതന്റെ മുന്നിലൂടെ നടന്നു പോയാൽ, പടച്ചവനെ, കൂടപ്പുറപ്പോ കൂട്ടുകാരോ മക്കളോ ഭാര്യയോ ഭർത്താവോ ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കില്ല ആയിഷ. ഒരാളും നിന്നെ കണ്ട പരിചയം കാണിക്കൂല. ഒരാളും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നോക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, ഏതാണ് നബിയേ? ആ 3 സ്ഥലങ്ങൾ ഏതാണ് നബിയേ? എന്റെ പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കടന്നു ചൊല്ലുമ്പോ ആ 3 രംഗം ഞാനും നിങ്ങളും നേരിടേണ്ടവരാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാ പിന്നെ ഒരാളും നിന്റെ കൂടെ ഉണ്ടാകില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒന്നാമതായി പറയുകയാണ്, പടച്ചുറപ്പ് വിചാരണ ചെയ്യുന്ന സമയമുണ്ടല്ലോ, അല്ലാഹു ഹിസാബ് ചെയ്യുന്ന സമയമുണ്ടല്ലോ. ഈ ജീവിതത്തിൽ ജീവിക്കുന്ന കാലയളവിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ആ രംഗമുണ്ടല്ലോ, ആ രംഗം നിന്നെ ഒരാളും സഹായിക്കില്ല. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, നന്മതിന്മ എഴുതിയ കിതാബ് തൂക്കുന്ന രംഗമുണ്ടല്ലോ,
മീസാൻ എന്ന് പറയുന്ന ത്രാസുണ്ടല്ലോ, ആ ത്രാസിന്റെ മുന്നിലെത്തിയ ഒരാളും നിന്റെ കൂടെയുണ്ടാകില്ല, ഒരാളും നിന്റെ കൂടെയുണ്ടാകില്ല. മൂന്നാമത്തെ സ്ഥലം ഏതാണ് നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചിറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, ആ പാലത്തിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞ ഫലാ യദ്കുറു അഹദുൻ അഹദാ, പിന്നെ ഒരു മനുഷ്യനും നിന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലം നമുക്ക് കടക്കേണ്ടവരാ. ആ പാലത്തിലൂടെ നമുക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയൂ. ആ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല. ആ സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിലൂടെയല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും നാളെ പടച്ചിറപ്പിന്റെ സ്വർഗത്തിൽ എത്താൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, സിറാത്ത് എന്ന് പറയുന്ന പാലത്തെ കുറിച്ച് പഠിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, അസ്സിറാത്തു അലാ ജഹന്നമ മിസ്ല ഹർഫി സൈഫി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചിറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു പാലമാണ് സിറാത്ത്. പെണ്ണെ, ഒരു മുടി 7 മുറിച്ചിട്ട് അതിലൊരംശം എത്ര നേർമയുള്ളതാണോ അതുപോലെയാണ് സിറാത്ത് എന്ന പാലം. വല്ലാത്ത ഇരുളാണ്, വല്ലാത്ത വാളിന്റെ അഗ്രഭാഗത്തിനേക്കാളും മൂർച്ചയുള്ളതാ, വല്ലാത്ത വഴിപഴുപ്പാണ്. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ നീളമുള്ള പാലമെന്ന്, അതാ ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഒരു പാലമാണ് സിറാത്ത് എന്ന പാലമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നരകത്തിന്റെ മുകളിലൂടെ അള്ളാഹു വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. ഈ പാലത്തിലൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, വേറെ ഒരു വഴിയില്ല. ആരായാലും ഇതിന്റെ മുകളിൽ കൂടെ തന്നെ പോകണം, നടക്കണം, കാലുവെച്ച് നടക്കണം. ആ പാലത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലെത്താൻ കഴിയൂ. ഈ പാലത്തിനാണെങ്കിൽ വല്ലാത്ത നേർമയാ. ഒരു മുടി 7 മുറിച്ചു, അതിലൊരംശം നമ്മൾ നോക്കുമ്പോ എത്ര നേർമയാണോ അതേപോലത്തെ നേർമയായി ഈ പാലത്തിന്. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാൾ വല്ലാത്ത മൂർച്ച, വല്ലാത്ത ഇരുള്, വല്ലാത്ത വഴുവഴുപ്പ്. പടച്ചവനെ, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ നീളമുണ്ടെന്ന ഈ പാലത്തിന്. പല പല ഹദീസുകളുണ്ട്. 15,000 വർഷത്തെ വഴിദൂരമുണ്ട്, 50,000 വർഷത്തെ വഴിദൂരമുണ്ട്, 75,000 വർഷത്തെ വഴിദൂരമുണ്ടെന്നൊക്കെ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, കയറ്റവും ഇറക്കവും നിരപ്പുമായിട്ട് കോടാനുകോടി വർഷം സഞ്ചരിച്ചാലേ സ്വർഗത്തിലെത്താൻ കഴിയും. അവിടത്തെ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിലെ 50,000 കൊല്ലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇവിടത്തെ 50,000 കൊല്ലമാണ് അവിടുത്തെ ഒരു ദിവസം. അപ്പൊ എത്ര കൊല്ലം നടന്നാലേ നമ്മളൊന്ന് സ്വർഗത്തിൽ ചെല്ലുക? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര കോടാനി വർഷം നമ്മൾ സഞ്ചരിച്ചാലാ ഈ സിറാത്ത് ഒന്ന് കടന്ന് സ്വർഗമെത്താ? നരകത്തിന്റെ മുകളിലാണ്, നരകത്തിന്റെ കൊളുത്തുകൾ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നു, ജനങ്ങൾ ഇങ്ങനെ കോരിയിട്ട് കൊണ്ടുപോവാ. നരകത്തിന്റെ തീയിലേക്ക് പ്രാണികൾ കരിഞ്ഞു വീഴുന്നത് പോലെ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് ജനങ്ങൾ നരകത്തിലേക്ക് കരിഞ്ഞു വീഴാ. ഈ നരകത്തിന്റെ മുകളിലൂടെ കെട്ടിയിരിക്കണ ഈ പാലത്തിലൂടെ വേണം എനിക്ക് നിങ്ങൾക്ക് നടക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇത്രയും വർഷക്കാലം ഈ പാലത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പൊ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഈ ദുനിയാവിലെ 10 സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും നടന്നുപോയാ, ഈ ദുനിയാവില് ഒരു 10 സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും തന്റെ കാല് വെച്ച് നടന്നുപോയാ, അവൻ നാളെ ആ സിറാത്ത് എന്ന പാലത്തിൽ ഒരു ചുവട്ടടി വെക്കുമ്പോ 100 വർഷമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ദുനിയാവിൽ 10 സ്ഥലങ്ങളിലേക്ക് ഞാനോ നിങ്ങളോ കാലുകൊണ്ട് നടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ നടന്ന കാല് അവിടെ ഒരു ചുവട്ടടി വെക്കുമ്പോ 100 കൊല്ലം പോകും.
ഇതുപോലെ താണ്ടി 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 അള്ളാഹു ഇഷ്ടപ്പെട്ട ചില അടിമകൾ സ്വർഗത്തിലെത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ 10 സ്ഥലങ്ങൾ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ആ 10 സ്ഥലങ്ങൾ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കുന്നത് പ്രവാചകന്മാരാണോ? മലക്കുകൾ വിളിച്ചു പറയുന്നു അവര് പ്രവാചകന്മാരല്ല. പിന്നെ ഇവരാരാണ്? അവിടെ നിന്ന് പറയുന്നു, മനുഷ്യ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാ, നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാ. അവിടെ നിന്ന് മലക്കുകൾ പറയുമ്പോ ജനങ്ങളോടുകയാണ്, ജനങ്ങളോടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ജനങ്ങളോടി ചെന്നിട്ട് ചോദിക്കുകയാ, ബി അയ്യുൽ അഅമാലി അലാ ഹാദിഹി ദറജാത്ത്, എങ്ങനെയാ നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത്? ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവര് നാളെ മുഖം പ്രകാശിക്കുന്നവരായി, സ്വർണത്തിന്റെ രോമങ്ങളുമായി, സ്വർണത്തിന്റെ പാത്രവുമായി, സ്വർണത്തിന്റെ സിംഹാസനത്തിൽ നീ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിങ്ങനെ ഇരിക്കുമ്പോ പലരും വന്നിട്ട് നിന്നോട് ചോദിക്കും, നിനക്ക് ഈ പ്രതിഫലം കിട്ടിയത് എങ്ങനെയാ? എന്ത് സൽക്കർമ്മമാണ് നീ ചെയ്തത്? എന്താണ് നിനക്ക് അല്ലാഹു ഇത് തരാനുള്ള കാരണം എന്താ? അവിടെ നിന്ന് പറയുന്നു, പൊന്നുമോനെ, ഒരുപാട് നിസ്കരിച്ചവനല്ല, ഒരുപാട് നോമ്പ് പിടിച്ചവനല്ല, ഒരുപാട് സദഖ കൊടുത്തവനല്ല, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവനല്ല. പിന്നെ അല്ലാഹു ഈ പ്രതിഫലം തരാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹു എനിക്ക് ഈ പദവി തരാനുള്ള കാരണം എന്തെന്നറിയുമോ? അവിടെ നിന്ന് പറയുകയാണ്, ബൽ കുന്നാ നുഹാഫിദു അലാ സ്വലവാത്തിൽ ഖംസി മഅൽ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹു എനിക്ക് ഈ പദവി തരാനുള്ള കാരണം എന്തെന്നറിയുമോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാ പള്ളിയിലേക്ക് നടന്നു പോയി ജമാഅത്തായി നിസ്കരിച്ചതിന് പടച്ചറപ്പ് തന്ന പ്രതിഫലമാ എന്ന് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അള്ളാന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരു മനുഷ്യർ കിട്ടുന്ന പ്രതിഫലം ഇതാണ്. അള്ളാന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു തരുമ്പോ, അള്ളാഹു നിനക്ക് കൈ തന്നല്ലോ, അള്ളാഹു നിനക്ക് കണ്ണ് തന്നല്ലോ, അള്ളാഹു നിനക്ക് ആരോഗ്യം തന്നല്ലോ, എന്തേ നിനക്ക് കഴിയാത്തത്? എന്തേ പള്ളിയിലേക്ക് പോകാ, എന്തേ നമസ്കരിക്കാ പോകാ നിനക്ക് തോന്നാത്തതെന്താ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവനാട്, ഞാൻ ജന്മനാ കണ്ണിന് കാഴ്ചയില്ലാത്തവനാട്. പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ല. ചില സമയങ്ങളിൽ എന്നെ കൊണ്ടുവരാൻ ആളെ കിട്ടുന്നില്ല. അതുകൊണ്ട് നബിയേ, ഞാൻ എന്റെ വീട്ടിലൊന്ന് നിസ്കരിച്ചു കൊള്ളട്ടെ നബിയേ. എന്നെ കൊണ്ടുവരാൻ ആരെയും കിട്ടാതെ വരുമ്പോ ഞാനൊന്ന് പള്ളിയിൽ നിസ്കരിച്ചോട്ടെ എന്ന് ഉമ്മ മക്തൂം റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ? നഅം യാ റസൂലല്ലാഹ്, ബാങ്ക് വിളിക്കുന്ന ശബ്ദം എന്റെ വീട്ടിൽ കേൾക്കാൻ നബിയേ. ആ കണ്ണിന് കാഴ്ചയില്ലാത്ത ചെറുപ്പക്കാരനായ സ്വഹാബിയോട് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? പടച്ചവനെ, ഒരു കയറെടുത്തിട്ട് പള്ളിയുടെ മുന്നിൽ കെട്ടണം, മറുഭാഗം നിന്റെ വീട്ടിൽ കെട്ടണം, എന്നിട്ട് അതിൽ പിടിച്ചിട്ടാണെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബിയോട് അവിടെ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹു എന്ത് പ്രയാസവാ തന്നത്? നിന്റെ കണ്ണിന് അല്ലാഹു കാഴ്ച തന്നല്ലോ, നിന്റെ ചെവിക്ക് അല്ലാഹു കേൾവി തന്നല്ലോ, നിന്റെ കൈകാലിന് അല്ലാഹു സ്വാധീനം തന്നല്ലോ, നിനക്ക് ആരോഗ്യം തന്നല്ലോ. എന്നിട്ട് പോലും പള്ളിയിലേക്ക് പോയി നിസ്കരിക്കാൻ നമുക്ക് വല്ലാത്ത മടിയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിനക്ക് അല്ലാഹനെ കാണണോ? നിനക്ക് അല്ലാഹനെ കാണാൻ ആഗ്രഹമുണ്ടോ?
നിന്റെ വീടിന്റെ ചാരത്ത് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടാൽ അവിടെന്ന് തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തില് മുനാഫിക്കീങ്ങളല്ലാതെ എല്ലാവരും പള്ളിയിൽ വരുമായിരുന്നു. നടക്കാൻ സുഖമില്ലാത്തവർ, രോഗികൾ രണ്ടുപേരുടെ ചുമലിൽ കൈവച്ചിട്ടാണെങ്കിലും പള്ളിയിൽ വന്ന് നിസ്കരിക്കുമായിരുന്നു എന്ന് പറയുമ്പോ അള്ളാനെ കാണണ്ട്. പടച്ചറപ്പിന്റെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 5 നേരം നിസ്കരിക്കണേ എന്നവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ അള്ളാഹുവിന്റെ പള്ളികളിൽ ദുആ ചെയ്യുന്നത് കേട്ടവരാണല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശുഹ്റു റമളാൻ. പടച്ചവനെ അല്ലാഹുവേ, റമളാൻ മാസത്തിന് സ്വാഗതം അരുളിയിട്ട് പടച്ചുറപ്പിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. റജബ് മാസം നമ്മളോട് വിട പറഞ്ഞു. ശഅബാനിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മാസങ്ങൾ കടന്നു വന്നിട്ട് പോലും ഈ ചെറുപ്പക്കാരാ നിനക്കെന്തേ തോന്നാത്തത്? നിനക്കൊന്ന് നിസ്കരിക്കാ തോന്നാത്തതെന്താ? പടച്ചവനെ, ചിലര് പള്ളിയിൽ പോകുന്നവരുണ്ട്. അവരല്ലാഹുവേ പടച്ചവനെ ആകെ ആഴ്ചയിൽ ഒരിക്കലാണ് പോകുന്നത്. വെള്ളിയാഴ്ച ദിവസം ഇമാമ ഖുത്ബയിൽ നിന്ന് രണ്ടാമത്തെ ഖുത്ബ കഴിഞ്ഞു ഇറങ്ങുന്ന സമയത്താണ് ചാടിക്കീറുന്നത്. അല്ലാ, ഒന്ന് തീർന്നിരുന്നെങ്കിൽ ഓടാമായിരുന്നു റബ്ബേ. വെള്ളത്തിൽ കിടന്നവര് മത്സ്യത്തിനെടുത്ത് കരയിലിട്ടതുപോലെ അത് വെള്ളത്തിലേക്ക് പോകാ പിടയുന്നത് പോലെ പള്ളിക്കകത്ത് കയറിയാ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതി, ഓടിയാ മതിയല്ലോ. ചിലർക്ക് നമസ്കാരം കളിയാണ്, ചിലർക്ക് നമസ്കാരം തമാശയാണ്. പടച്ചവനെ, അതിലൂടെ നരകത്തിൽ പോകുന്ന ഒരു വിഭാഗമുണ്ട്. നമസ്കരിച്ചിട്ട് നരകത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നോക്കുമ്പോ ഒരു സഹാബി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. അതാ നമസ്കാരത്തിന്റെ ഇടയിൽ തന്റെ താടി നേരെയാക്കുകയാണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ താടി ഇങ്ങനെ നേരെയാക്കുന്ന ഒരു സ്വഹാബിയെ കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞപ്പോ അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നു, മനുഷ്യ, നിനക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? നിനക്ക് പടച്ചറപ്പിനെ പേടിയില്ലാതെ പോയല്ലോ, അതുകൊണ്ടാണ് നീ നമസ്കാരത്തിൽ ഇങ്ങനെ താടി നേരെയാക്കുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? നീ മരിച്ചു പോയാൽ എന്റെ ഉമ്മത്തായിട്ടാ മരിച്ചു പോയതെന്ന് നീ കരുതല്ലേ. നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ തന്റെ താടിയൊന്ന് നേരെയാക്കിയ സ്വഹാബിയോട് അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറയുമ്പോ മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പെട്ടെന്ന് നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ സുജൂദും റുകൂഉം നേരെയല്ലാതെ ധൃതിയിൽ നമസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഒരാളെ കാണുകയാണ്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? 40 കൊല്ലമായി തങ്ങള്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയുവോ? 40 കൊല്ലത്തെ നിസ്കാരം വെറുതെയായി പോയി, 40 കൊല്ലത്തെ നിസ്കാരം കളിയായി പോയി. മരിച്ചു പോയാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മത്തായിട്ടാണ് മരിച്ചതെന്ന് നീ കരുതല്ലേ. പടച്ചവരെ, അല്ലാഹുവേ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മോനെ, നമസ്കരിക്കുമ്പോഴല്ലേടാ നീ നിന്റെ മുടി നേരെയാക്കുന്നത്, പടച്ചവനെ കൈമടക്കുന്നത്, അല്ലാഹുവേ ശരീരം ചൊറിയുന്നത്, അല്ലാഹുവേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാലുകൾ ഇടിച്ച് കളിക്കുന്നത്, ഫോൺ വരുന്നത് പോലും എടുക്കുന്നത് ആ സമയത്താണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കളിയാണ്. നമസ്കരിക്കുമ്പോ പടച്ചറപ്പിന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ചിന്ത നമുക്കില്ലല്ലോ. ഒരു കൊതുക് കടിച്ചാ മതിയല്ലോ, ഒരു ഉറുമ്പ് കടിച്ചാ മതിയല്ലോ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ മാറുകയാ. എങ്കിൽ എന്റെ പ്രിയ
പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരമെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുവോ പൊന്നുമോര്? കൈകെട്ടിക്കഴിഞ്ഞാ അല്ലാഹുവേ ഒരു മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയെന്നറിയുവോ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നറിയുമോ? എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്നറിയുമോ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു തന്റെ കാലിങ്ങനെ പഴുക്കുകയാ, തന്റെ കാലിങ്ങനെ പഴുക്കുകയാണ്. വൈദ്യന്മാരെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, ഉർവത്തങ്ങള് ഈ കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കാല് മുറിച്ചു മാറ്റണം. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു പറഞ്ഞു, കുഴപ്പമില്ല എന്റെ പ്രിയമുള്ളവരെ. പിന്നെയും ഇങ്ങനെ നടക്കുകയാണ്, കാലിന്റെ പഴുപ്പ് മുട്ടുവരെയെത്തി. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും വൈദ്യന്മാരുടെ മുന്നിലെത്തി. അവര് പറഞ്ഞു, തങ്ങള് മുട്ട് വെച്ച് കാല് മുറിച്ചു മാറ്റണം, മുട്ടിന്റെ ഭാഗം വെച്ച് കാല് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറും, വല്ലാത്ത പ്രയാസമാകുമെന്ന് പറയുമ്പോ അവര് പറഞ്ഞു, കാല് മുറിച്ചു മാറ്റലല്ലാതെ മറ്റൊരു പോൺ വഴിയില്ല. അവസാനം ഉർവതങ്ങൾ സമ്മതിക്കുകയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാല് മുറിക്കുന്നതിന് വേണ്ടി അതാ വൈദ്യന്മാര് കടന്നു വരികയാണ്. ഒരു പാത്രത്തിൽ ലഹരി കൊണ്ടുവരികയാ, ഒരു പാത്രത്തിൽ കള്ള് കൊണ്ടുവരികയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇത് കുടിക്കാ. കാരണം എന്തെന്നറിയുവോ? എന്തിനാണിത് കുടിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവര് പറയുന്ന, ഉർവതങ്ങള് ഇത് കുടിച്ചാൽ വേദന അറിയില്ലല്ലോ. അല്ലാഹുവേ, ഇത് മുറിക്കുന്ന സമയത്ത്, അങ്ങയുടെ കാല് മുറിക്കുന്ന സമയത്ത് വേദന അറിയാതിരിക്കാനാണ് ഈ ലഹരിയൊന്ന് കുടിക്കാൻ പറയുമ്പോ ഉർവതങ്ങള് പറഞ്ഞു, മരിച്ചാലും ഞാൻ കള്ളു കുടിക്കൂല, മരിച്ചാലും ഞാൻ കള്ളു കുടിക്കൂല. നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, അതിന് കള്ളു കുടിക്കേണ്ട ആവശ്യമില്ല, ലഹരി തിന്നണ്ട് ലഹരി കുടിക്കേണ്ട ആവശ്യമില്ല. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാ. നമസ്കാരത്തിലേക്ക് കൈകെട്ടി കഴിഞ്ഞോ, കഴിയുമെങ്കിലും നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് വുളുവെടുക്കുകയാണ്, അവിടുന്ന് വുളുവെടുക്കുകയാണ്. എന്നിട്ട് പടച്ചുറപ്പിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർളു, അല്ലാഹുവോട് പറയുന്നു, റബ്ബേ എന്റെ ജീവിതം നിനക്കുള്ളതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൈകെട്ടുകയാണ്. എന്നിട്ട് അവിടുന്ന് ഫാത്തിഹ ഓതുകയാണ്. അതാ ഫാത്തിഹ കഴിഞ്ഞു, സൂറത്ത് ഓതാ തുടങ്ങുമ്പോ വൈദ്യന്മാര് കടന്നു വന്നിട്ട് ഉർവതങ്ങളുടെ കാല് മുറിക്കുകയാ. ഒരു മരുന്നും കൊടുക്കാതെ, അല്ലാഹുവേ മയക്കാതെ തന്റെ പച്ചക്കാലിങ്ങനെ വെട്ടിമുറിക്കുകയാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല, നമസ്കാരത്തിലാണ്. തന്റെ കാലിങ്ങനെ പച്ചയായി വെട്ടിമുറിക്കുകയാ. ഉർവതങ്ങളൊന്നും അറിയുന്നില്ല, നമസ്കാരത്തിലാ. അവിടത്തെ കാലങ്ങ് മുറിച്ചു മാറ്റി. ഉർവതങ്ങൾ അറിഞ്ഞില്ല, ഉർവതങ്ങൾ അറിഞ്ഞില്ല. അവസാനം രക്തം നിൽക്കുന്നില്ല, മുറിച്ച കാലിനും രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പടച്ചവരെ, രക്തം നിൽക്കുന്നതിന് വേണ്ടി അവര് ചെയ്തതെന്തെന്നറിയുവോ? സൈത്തെണ്ണ തിളപ്പിക്കുകയാണ്. സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് അതാ മുറിച്ച കാലി എണ്ണയിലേക്ക് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തിളച്ച എണ്ണയ്ക്കകത്തേക്ക് തന്നെ മുറിച്ച കാലങ്ങ് മുക്കുമ്പോ ഉർവതങ്ങളങ്ങ് പിടഞ്ഞ് താഴെ വീഴുകയാ. ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവരെ,
ഉറുബതങ്ങൾ ബോധമില്ലാതെ കിടക്കുമ്പോ കുടുംബക്കാര് കടന്നു വരികയാണ്. ഉറുബതങ്ങൾക്ക് 7 മക്കളുണ്ടായിരുന്നു. ആ 7 മക്കളിൽ 7ാമത്തെ ഒരു ചെറിയ മകനുണ്ടല്ലോ, അവനെ ഒട്ടകം ചവിട്ടിയിട്ട് മരിച്ചുപോയി. തന്റെ പൊന്നാര ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ടിട്ട് മരിച്ചുപോയി. അല്ലാ, കുടുംബക്കാരും വൈദ്യന്മാരും വല്ലാത്ത വേദനയിലാ. ബോധം വരുമ്പോ ആദ്യം എന്താണ് പറയേണ്ടത്? കാല് മുറിച്ചു മാറ്റിയെന്നോ തന്റെ പൊന്നാര മകൻ മരിച്ചതാണോ പറയേണ്ടത്? എന്തു ചെയ്യണമെന്നറിയാതെ കുടുംബക്കാര് മുഴുവനും വേദനിച്ചു കൊണ്ടിരിക്കുമ്പോ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ബോധം തിരിച്ചു വരികയാണ്. അതാ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങള് അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങ് നമസ്കരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അങ്ങയുടെ കാല് മുറിച്ചു മാറ്റിയെന്ന് പറയുമ്പോ തങ്ങൾ അൽഹംദുലില്ലാഹ് പറയുകയാ. രണ്ടാമതായി പറഞ്ഞു, തങ്ങള് അങ്ങയുടെ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരിച്ചുപോയി തങ്ങള്. തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് പറയുമ്പോഴും അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.